പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങളുടെയും പങ്കാളിയുടെയും ആഴത്തിലുള്ള വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് റിലേഷൻഷിപ്പ് മിറർ സ്പ്രെഡ് ആണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ നിലവിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നൊരു കണ്ണാടിയിൽ എന്ന പോലെ നമ്മൾ ഇന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹം, ഉള്ളിൽ അകൽച്ചയാണോ വളരുന്നത്, നിങ്ങൾ തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താണ്, പ്രശ്നമുണ്ടെങ്കിൽ കേട്ടോ, ഇനി ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്നതെല്ലാം നമുക്ക് വിശകലനം ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ചേരുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ അതങ്ങോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതായത് അത് നമുക്ക് ആകുന്ന കാര്യമല്ല. ഈ റീഡിംഗ് നമ്മളുമായിട്ട് കണക്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ പോയിന്റ് കണക്ട് ആവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടാരോ എപ്പോഴും നമുക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലാണ് വരുന്നത്. അല്ലാതെ ഒരു പ്രവചനം പോലെയല്ല. നമുക്ക് ആ എനർജികൾ പരിചയപ്പെടുത്തി തരുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത്, അതുണ്ടോ, അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെങ്കിൽ തന്നെ എന്നൊക്കെ നമ്മൾ സ്വയം വിശകലനം ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് ആരെങ്കിലും പറ്റി, പാർട്ട്ണറെ പറ്റി, നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തിയെ പറ്റി പറയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ നിലവിലെ എനർജി എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിലവിൽ എന്ത് എനർജിയാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം. എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്ന കാർഡുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഒരേപോലെ ബാധകമാവില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അനുയോജ്യമായിട്ട്, അതായത് നമ്മളുമായിട്ട് നന്നായിട്ട് ഇതെന്റെ കാര്യമാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നവരുണ്ടല്ലോ, അത് മാത്രം കണക്കിലെടുത്താൽ മതി. റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഓക്കെ, പേജ് ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ദ ഹയറഫന്റ്, ടു ഓഫ് വാൻഡ്സ്. ഇതാണ് നിലവിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന എനർജി. ഇവിടെ ലവ് റീഡിങ്ങിൽ പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് വരുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ നല്ല പെരുമാറ്റമുള്ള, വിശ്വസ്തതയുള്ള, ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നാണ്. തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നതെന്നും വ്യക്തമായി നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആണ് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന വ്യക്തതയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിപരമായ ലക്ഷ്യങ്ങളെയും ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു കൂടുതൽ ഫോക്കസ് എന്ന് പറയുന്നത് വർക്കിലാണെന്ന് കൂടി ഇതിലൊരു സൂചന ഈ പിക്ചർ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജിൽ പാർട്ട്ണർ പങ്കാളിയുടെ കൈപിടിക്കുകയല്ല, മെയിൽ പാർട്ട്ണറുടെ കയ്യിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന, അതായത് കംഫർട്ടബിൾ ആയിട്ട് തന്റെ പാർട്ട്ണറെ കൊണ്ട് നടക്കുമ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുമ്പോഴും, അവർ ഹാപ്പി ആണെങ്കിലും കൂടെ നടക്കുന്ന പാർട്ട്ണർ വർക്കിൽ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ, സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങളിൽ എൻഗേജ്, സ്വന്തം ജോലിക്കും പേഴ്സണൽ ഗ്രോത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ ബന്ധത്തിൽ വളരെ വിശ്വസ്തരും ഭാവി മുൻനിർത്തി പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരുമാണെന്നാണ്. സ്വന്തം കാര്യങ്ങളിലും കരിയറിലും ശ്രദ്ധ കൊടുക്കുമ്പോഴും പങ്കാളിക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അല്പം വൈകാരികമായ അടുപ്പം കൂടി പങ്കാളിയോട് കാണിച്ചാൽ, ബന്ധത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ബോണ്ടിങ് കൂടുതൽ മനോഹരമായി മാറും എന്ന ഒരു ചിത്രമാണ് നമുക്ക് ആദ്യത്തെ കാർഡിൽ നിന്ന് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾ വളരെയധികം ആകർഷണീയതയുള്ള, ചാമിങ് ആയിട്ടുള്ള, പ്രണയത്തെ നെഞ്ചിലേറ്റുന്ന, പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. ബന്ധങ്ങളിൽ വിരസത നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ജീവിതത്തിലും പ്രണയത്തിലും എപ്പോഴും അഡ്വഞ്ചറും ത്രില്ലും തമാശകളും ആഗ്രഹിക്കുന്ന, അതായത് വൈകാരികമായി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ. ഓപ്പൺ മൈൻഡായി കാര്യങ്ങളെ കാണാനും സ്വന്തം സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ വളരെ ഹാപ്പിയായി, ഫ്ലേർട്ടിയായി, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ലവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യ ചിന്ത ഉണ്ട് എന്നുള്ളതാണ്.
എന്നാൽ ഇതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ കാർഡ് അതുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും നിങ്ങൾ കാണിക്കുന്ന ഒരു ഇമ്പൾസീവ്നെസ്, അതായത് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം കാരണം ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കാനോ പൂർണ്ണമായ കമ്മിറ്റ്മെന്റിലേക്ക് എത്താനോ നിങ്ങൾ അല്പം പ്രയാസപ്പെടുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യ ചിന്ത, നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടേതായ ഒരുപാട് ആക്ടിവിറ്റീസിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൂടെ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് മറ്റൊരിടത്താണ്. നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലോ നിങ്ങളുടെ അതായത് നിങ്ങളുടെ വളർച്ചയിലോ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് വലിയൊരു ഇൻപുട്ട് കൊടുക്കാനോ ആ ഒരു കമ്മിറ്റ്മെന്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനോ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഗൗരവമായി കാണുമ്പോൾ പങ്കാളിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ ഒരു സ്ഥിരത ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം നിങ്ങൾ വളരെ കെയറിംഗ് ആയിട്ടോ ലവിങ് ആയിട്ടോ ഒക്കെ പെരുമാറിയാലും ബാക്കിയുള്ള സമയത്തൊരു അവഗണന അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു സാഹചര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം തിരക്കി കൂടുതൽ അതിന് പ്രാധാന്യം കൊടുത്തു പോകുന്നതായിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൽ ആകർഷണവും സന്തോഷവും ഒരുപാടുണ്ട് എന്തായാലും. പക്ഷെ ബന്ധത്തിൽ കൂടുതൽ വ്യക്തതയും സ്ഥിരതയും കൊണ്ടുവരാൻ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഡിസിപ്ലിനുള്ള കാര്യങ്ങളെ വൈകാരികമായി കാണുന്നതിന് പകരം ബുദ്ധിയും ലോജിക്കും വെച്ച് സമീപിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഇവിടെ കിങ് ഓഫ് സോർട്സ് പറയുന്നുണ്ട്. പ്രണയത്തിൽ അനാവശ്യമായ നാടകീയതകളോ പുറമേയുള്ള പ്രകടനങ്ങളോ നടത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതായത് നിങ്ങൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് പെരുമാറുകയും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് നിങ്ങൾ പലപ്പോഴും കാണുന്നത്. സ്നേഹത്തിൽ നിങ്ങൾ വളരെ തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒളിച്ചു വെക്കുന്നതോ അങ്ങനെയൊന്നും നിങ്ങൾക്ക്, അങ്ങനത്തെ ഒരു രീതിയൊന്നും നിങ്ങൾക്കില്ല. പക്ഷേ അതോടൊപ്പം തന്നെ എന്താ പറയുക, നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ, അതൊരു നാടകീയത കാണിക്കാനോ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പ്രകടനങ്ങൾ, പുറമേയുള്ള പ്രകടനങ്ങൾ നടത്താനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. എന്ത് കാര്യവും നേരെ ചൊവ്വേ മടിയൊന്നും കൂടാതെ കാര്യമാത്ര പ്രസക്തമായി തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നാണ് ഈ കിങ് ഓഫ് സോർട്സ് പറയുന്നത്. ബന്ധങ്ങളിൽ സത്യസന്ധതയ്ക്കും വ്യക്തമായ ആശയവിനിമയത്തിനും നിങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ മുൻപ് സംഭവിച്ച തെറ്റുകൾ എളുപ്പത്തിൽ മറക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കും. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ കർക്കശമായി പെരുമാറാനോ നിങ്ങൾ പലപ്പോഴും മുതിരാറുണ്ട് എന്നത് സത്യമാണ്. ചില സമയങ്ങളിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങളിലും ചിന്തയിലും മുഴുകിയിരിക്കുന്നത് കാരണം പങ്കാളിയുടെ വൈകാരികമായ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകാറുണ്ട്. അവരുടെ പ്രണയം, അവരുടെ സ്നേഹം, അത്തരം കാര്യങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ അവരങ്ങനെ നിങ്ങളോടൊരു താല്പര്യത്തോടെ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ അറിയാറ് പോലുമില്ല. പ്രണയത്തിൽ ലോജിക്കും പ്രാക്ടിക്കൽ ചിന്തകളും ആവശ്യമാണ്. എങ്കിലും അല്പം വൈകാരികമായ പരിഗണന കൂടി നൽകാമെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധം കൂടുതൽ മനോഹരമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ വരുന്ന എനർജി വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. അത് ആദ്യത്തെ കാർഡ് മുതൽ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഒരു വൈകാരികമായ ഒരു പ്രകടനം, അല്ലെങ്കിൽ അത് വലിയൊരു പ്രകടനമൊന്നുമല്ല, ഒരു അഷ്വറൻസ് ആണ്. അത് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും, ഫിനാൻഷ്യലിയും എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, പുറമേ അങ്ങനെ ഹാപ്പി, നല്ലൊരു പെർഫെക്റ്റ് മാച്ചായിട്ടൊക്കെ ആളുകളുടെ മുമ്പിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് പങ്കാളിയുടെ ഒരു താല്പര്യത്തെ കാണാതെ പലപ്പോഴും പോകുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വരുമ്പോൾ അത് പറയുന്നത് നിങ്ങൾ ഉദാരമനസ്കതയുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിട്ടുള്ള, സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ സമാധാനവും സുഖസൗകര്യങ്ങളും വളർച്ചയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കെയറിങ് സ്വഭാവവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ സമർത്ഥരുമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോജിക്കലായും അതേസമയം വൈകാരികമായി ചിന്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിരതയുള്ള സ്നേഹമാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഈ കാർഡിൽ വരുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ചില സമയങ്ങളിൽ കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് കൃത്യമായി നടക്കണം എന്നുള്ള നിങ്ങളുടെ അമിതമായ ആഗ്രഹവും കാര്യപ്രാപ്തി അല്ലെങ്കിൽ ഓവർ
ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു നേച്ചർ ബന്ധത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും പങ്കാളിയുമായിട്ടുള്ള വൈകാരികമായ അറ്റാച്ച്മെന്റും തമ്മിൽ ഒരു ബാലൻസ് പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രണയ ജീവിതം കൂടുതൽ സന്തോഷകരമാകും എന്നാണ് പറയുന്നത്. അതായത് പൊതുവെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്നിവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലികളിൽ നിങ്ങളുടേതായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരാളാണ്, ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ട്, കർക്കശമായി പെരുമാറുന്ന ഒരു രീതിയുണ്ട്, ഓണസ്റ്റ് ആയിട്ട് പെരുമാറാനാണ് ഇഷ്ടപ്പെടുന്നത്, നാടകീയത ഇഷ്ടമല്ല, സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ കെയർ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് താല്പര്യവുമുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്ന രീതിയിലായാൽ, മറ്റുള്ളവരെ കൂടി കുറച്ചുകൂടി ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. ഒരു ബാലൻസ് ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഈ കാർഡ് പറയുന്നുണ്ട്. പിന്നെ ഈ ഹയറോഫന്റ് കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ ഓൾറെഡി വിവാഹിതരാണെങ്കിൽ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ റിലേഷനെ കാണുന്നത്. ഒരു ലോങ് ടേം കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ്, ലോങ് ടേം കമ്മിറ്റ്മെന്റോടുകൂടി തന്നെയാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉള്ളത്. നിങ്ങൾ അങ്ങനെയാണ് ആ വിവാഹത്തെ കാണുന്നത്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഇനി അങ്ങനെയല്ല, സിംഗിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാൻ അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒരു കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് സ്പാർക്ക് അവരോട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു എനർജിയുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകും, സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്നാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക് അടുത്ത് തന്നെ വരാനോ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ബോണ്ടിങ്ങിലേക്ക് വരാനോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി രണ്ടുപേരും ഒന്ന് യോജിച്ച് ഒരു ഹണിമൂൺ പീരീഡ് വരുന്നത് പോലെ ഒരു എനർജി ഇവിടെ കാണുന്നുമുണ്ട്. അപ്പോൾ കാർഡ്സ് ഒക്കെ നമുക്കിവിടെ സൈഡിലായിട്ട് വെക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയാണ് നോക്കേണ്ടത്. അപ്പൊ എനർജി ലിമിറ്റ് ചെയ്യേണ്ടതില്ല. സമാനമായിട്ട് ചിലപ്പോൾ ചില എനർജി കോമ്പിനേഷൻസ് ഒക്കെ വന്നേക്കാം. നിങ്ങളുടെ പാർട്ട്ണറുടെ നിലവിലെ സിറ്റുവേഷൻ, നിലവിലെ എനർജി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത് പോകാം. ഹൈ പ്രീസ്റ്റസ് നിങ്ങളുടെ പങ്കാളിയുടെ എനർജിയാണ് കേട്ടോ. Two of Swords, Knight of Pentacles, Three of Pentacles, Four of Pentacles, Queen of Pentacles, Judgment. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി. ഇവിടെ നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ ചിന്തകളും അവരുടെ ഉള്ളിലെ വികാരങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഒരു വ്യക്തമായ ചിത്രം തന്നെ നൽകുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അത് പങ്കാളിക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ളതും ആത്മാർത്ഥവുമായ ഒരു ആകർഷണം, സെഡക്റ്റീവ് ആൻഡ് പാഷനേറ്റ് ലവ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ ഉള്ളിലെ വികാരങ്ങൾ പുറമേക്ക് കാണിക്കാതെ സ്വയം ഒതുക്കി വെച്ചിരിക്കുകയാണവർ. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മിസ്റ്ററി പോലെ കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കാനും സ്വയം വിശകലനം ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ കാര്യങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകാനുമാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ എന്തോ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു ആശയക്കുഴപ്പത്തിലാണ്, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ, എന്തെങ്കിലും ഒരു നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളാണോ എന്ന് വ്യക്തമല്ല. ഈ ഹൈ പ്രീസ്റ്റസ് എല്ലാം തുറന്നു പറയുന്നില്ല, പക്ഷെ എന്തോ ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളോട് കടുത്ത ആകർഷണവും ഉണ്ട്, പക്ഷെ നിങ്ങളോട് അത് കാണിക്കുന്നില്ലെങ്കിലും എന്തോ ഒരു കാര്യത്തിൽ അവർ ആശയക്കുഴപ്പത്തിലാണെന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഭയമോ അല്ലെങ്കിൽ മനസ്സ് തുറക്കാതിരിക്കുന്നതോ കാരണം പ്രശ്നങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് തുറന്ന് സംസാരിക്കുന്നതിന് പകരം ഇഷ്യൂവിനെ അവോയ്ഡ് ചെയ്ത് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത്, പരിഹരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, അതിനോട് സംസാരിക്കാൻ തയ്യാറാകാതെ, ആ കാര്യത്തെ ക്ലിയർ ചെയ്യാൻ തയ്യാറാവാതെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമീപനമാണ് അവർ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ആവശ്യമാണ്.
എന്നാണ് കാണുന്നത്. പുറമേക്ക് അവർ നിശബ്ദരായിട്ട് തോന്നിയാലും അവർ വളരെ ഉത്തരവാദിത്വമുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമാണ്. ഈ ബന്ധം എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ അവർ എന്തായാലും തയ്യാറല്ല. അതങ്ങനെ സാധിക്കില്ല അവർക്ക്. ഒരു താല്പര്യത്തിൽ തന്നെയാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണുള്ളത്. പങ്കാളി സ്വന്തം ജോലികളിലും ഭാവി ലക്ഷ്യങ്ങളിലും മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് പ്രണയം പ്രകടിപ്പിക്കാൻ സമയമെടുക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിലും അത് കണ്ടു. അപ്പൊ രണ്ടുപേരും വർക്കഹോളിക് ആയിട്ട് പ്രാക്ടിക്കൽ ഗോൾസിന്റെ പുറകെയാണ്. അത് റിലേഷൻഷിപ്പിനെ കുറച്ച് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ പതുക്കെയാണെങ്കിലും സുസ്ഥിരമായ ഒരു ബന്ധമാണ് അവരും ആഗ്രഹിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക പ്രയാസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ കരിയറോ വർക്കോ ഒക്കെ ഒന്ന് ശരിയാക്കിയാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ബന്ധം ഒന്ന് നന്നാക്കിയെടുക്കാൻ, ഒരു ഫ്രണ്ട്ലി ലവിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു ടീം പോലെ പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആവശ്യമെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്താലോ ഉപദേശത്താലോ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയോ, അതായത് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ ആവാം, ഒരു മൂന്നാമതൊരാളുടെ സഹായമൊക്കെ കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ പരിഹരിച്ചു പോകാൻ ചിലപ്പോൾ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ പോലും. അതായത് ഹൈ പ്രീസ്റ്റസിന്റെ ഒരു നേച്ചർ നമ്മൾ കണ്ടു. അവർ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളോട് പറയാനോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനോ അവർ തയ്യാറാവുന്നുമില്ല എന്നതാണ് വിഷയം. ഇവിടെ നമുക്ക് 4 ഓഫ് പെന്റക്കിൾസ് കാർഡ് വന്നിട്ടുണ്ടല്ലോ. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പൊസസീവായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രവണതയുമുണ്ട്. അതേസമയം നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ചിന്തയും കരുതലുമൊക്കെ അതുമുണ്ട്. ഒരു സ്വതന്ത്രമായിട്ട് നിങ്ങളെ നടക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അതിനു പകരം നിങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന, വിട്ടുപോകാതിരിക്കാൻ, നിങ്ങൾ വിട്ടുപോകുമോ എന്ന് ഭയന്ന് നിങ്ങളെ അവരുടെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു രീതി അവരിലുണ്ട്. അത് അവരുടെ സ്നേഹക്കുറവല്ല, അവരുടെ ഇൻസെക്യൂരിറ്റി ആണെന്നാണ് പറയുന്നത് കാർഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങൾക്കും വന്നതുപോലെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അവർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ എന്തായാലും നിങ്ങളെ കാണുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള, ആത്മവിശ്വാസമുള്ള, കരുതലോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. നിങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതുപോലെ ഒരു ദയോടെയുള്ള ഒരു കരുതലും സ്നേഹവുമാണ്. അതായത് നിങ്ങൾ അവരോട് സ്ഥിരതയോടെ ഒരു സ്നേഹവും സമാധാന അന്തരീക്ഷവും നിലനിർത്തുന്നതും പെരുമാറുന്നതും ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ അവസാനം ജഡ്ജ്മെന്റ് കാർഡ് വന്നിരിക്കുന്നതേ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധം ഒരു കാർമിക് ലവ്, കർമ്മപരമായ ബന്ധം, അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷനോ എന്തെങ്കിലും അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കാർമിക് കണക്ഷൻ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യങ്ങൾ പിന്തുടർന്ന് ഈ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇടയ്ക്കിടെ അനാവശ്യമായ തടസ്സങ്ങളും സങ്കീർണതകളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. പഴയ സംഭവങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്താതെ പരസ്പര ധാരണയോടെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ ഈ ബന്ധത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ടാരോ കാർഡ് ഓർമ്മിപ്പിക്കുന്നത്. ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരിക്കലും അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളോട് സ്നേഹവും പോസസീവ്നെസ്സും വ്യക്തമായ ഉത്തരവാദിത്വവും ഉണ്ട്. എന്നാൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഒരു അകൽച്ച പാലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകം നമ്മൾ ഈ കാർഡുകളിൽ നിന്ന് നിങ്ങൾക്കിടയിലുള്ള അകൽച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. എന്നാലും നമുക്കൊന്ന് നിങ്ങൾ രണ്ടുപേർക്കുമിടയിലുള്ള പ്രധാന തടസ്സം, അതായത് നിങ്ങളുടെ അകൽച്ചയുടെ കാരണം എന്താണ്? ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 3 കാർഡുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ അതിൽ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന പ്രധാന തടസ്സം അല്ലെങ്കിൽ അകൽച്ചയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറയുന്നത് 3 പ്രധാന തടസ്സങ്ങളായിട്ടാണ് പറയുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ടുപേരുടെ മനസ്സിലും നിരാശകളും ദേഷ്യവും അടക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. അനാവശ്യമായ ഈഗോ ക്ലാഷസും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത പിടിവാശിയുമാണ് നിരന്തരമായ വഴക്കുകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്.
പ്രശ്നങ്ങൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതിന് പകരം സ്വന്തം ന്യായം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു മതിൽ നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ രണ്ടുപേർക്കും ഇടയിൽ ആഴത്തിലുള്ള പ്രണയവും വൈകാരികമായ അടുപ്പവും രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരാൾ അതിവൈകാരികത ആഗ്രഹിക്കുന്നു, മൂഡിനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി, അമിതമായ പ്രതീക്ഷകൾ കൊണ്ടു നടക്കുന്നു. ഇതാണ് ഇവിടെ തടസ്സമാകുന്നത്. ഒരാൾ സ്നേഹവും ശ്രദ്ധയും അമിതമായി ആഗ്രഹിക്കുമ്പോൾ അത് കൃത്യമായി പ്രകടിപ്പിക്കാൻ മറ്റേയാൾക്ക് പലവിധ കാരണങ്ങളാൽ കഴിയാതെ പോകുന്നത് രണ്ടുപേരിലും മൂഡ് സ്വിങ്സിനും നിരാശയ്ക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒട്ടും അടുപ്പത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരുന്നില്ല. അതാണ് ചിലപ്പോൾ ഒരാള് സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് മറ്റൊരാൾ അകൽച്ച കാണിക്കുകയും അകൽച്ച കാണിക്കുന്ന ആളൊന്ന് ഓക്കെ ആയി വരുമ്പോൾ ആദ്യം പ്രകടിപ്പിച്ച ആള് അകന്നു പോവുകയും ചെയ്യുന്ന പോലത്തെ ഒരു സാഹചര്യം. അടുത്ത കാർഡ് 7 ഓഫ് സ്വോർഡ്സ്. പൊതുവെ ഒരു വിശ്വാസവഞ്ചന, ചതി അങ്ങനെയൊക്കെ പറയുമ്പോഴും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിശ്വസ്തതയില്ലാത്ത പെരുമാറ്റവും മാനിപ്പുലേറ്റീവായിട്ട് സ്നേഹം ഒരു കപടമായിട്ട് കാണിക്കുന്ന ഒരു രീതിയുമൊക്കെ ആണ് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ കുറെ കാർഡുകൾ കണ്ടല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചാണ്. അതായത് കാര്യങ്ങൾ തുറന്നു പറയാതെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന രീതി നിങ്ങൾ കാണിക്കുന്നു. അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഓടി ഒളിക്കാൻ ശ്രമിക്കുക, രണ്ടുപേരും വളരെ സീക്രട്ടീവായിട്ടിരിക്കുക, പരസ്പരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നിവ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരാളെങ്കിലും അത് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചിലപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ വീട്ടുകാരെയൊക്കെ ഇത് സമ്മതിപ്പിക്കുന്നതിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള എഫേർട്ട് എടുക്കാതിരിക്കുന്നതോ അത് ഫേസ് ചെയ്യാതിരിക്കുന്നതോ എന്തെങ്കിലും ചിലപ്പോൾ വിഷയം ഉണ്ടാക്കുന്നുണ്ടാവാം. വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാൻ ഒരാൾ കാര്യങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചു പോകുന്നത് പോലുള്ളൊരു സാഹചര്യം മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആരോ ഒരാളുടെ ബാധ്യത പേറി, അതായത് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ആരോ സംരക്ഷിക്കുന്നു. ഒരാളെ നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആരോ ഉണ്ട്, അവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആരെയോ നിങ്ങൾ കെയർ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ഒരു കരുതൽ കൊടുക്കാത്തതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതോ ആയിരിക്കാം ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് കാരണം. അനാവശ്യമായ ഈഗോയും തുറന്നു സംസാരിക്കാത്ത അവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള പ്രവണതയുമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള യഥാർത്ഥ വില്ലൻ. സംശയങ്ങളും രഹസ്യങ്ങളും മാറ്റിവെച്ച് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ അകൽച്ച പരിഹരിക്കാൻ സാധിക്കൂ എന്നാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം. ഇപ്പോൾ ഇവിടെ ഒരു 7 ഓഫ് സ്വോർഡ്സ് വന്നതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റീവായിട്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ ഉദ്ദേശം, അതായത് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നിങ്ങളുമായിട്ട് ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പാർട്ട്ണർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിൽ അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, റിലേഷൻഷിപ്പിൽ അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അതായത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളെ സഹായിക്കുന്നതാണോ ഇനി, അല്ലെങ്കിൽ വേറെ എന്താണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വേറെ എന്തെങ്കിലും കാര്യം പിന്നണിയിലുണ്ടോ എന്നറിയില്ലല്ലോ. നിങ്ങളുടെ പാർട്ട്ണർ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടാണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ്, നേരത്തെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരിങ്ങനെയൊക്കെ പല വിധത്തിൽ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പരസ്പരം പ്രകടിപ്പിക്കാത്തതാണ് പ്രശ്നമെന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇങ്ങനെ എന്താണ് ഈ 7 ഓഫ് സ്വോർഡ്സ് വന്നത്, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ട് നോക്കുന്നത്. 7 ഓഫ് സ്വോർഡ്സ് വീണ്ടും വന്നിട്ടുണ്ടല്ലോ, റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ഈ കാർഡുകൾ അവരുടെ മനസ്സിലെ സങ്കീർണമായിട്ടുള്ള ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ വ്യക്തമായിട്ട്, അതായത് ഉദ്ദേശങ്ങളെയൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിന്റെ മനസ്സിൽ നിലവിൽ നല്ല രീതിയിൽ ഈഗോ പോരാട്ടങ്ങളും കുറച്ച് നിരാശയും നിലനിൽക്കുന്നുണ്ട്. ഡിസ്പ്യൂട്ട് ഉണ്ട് അവർക്ക്. നിങ്ങളോട് തർക്ക മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. അവർ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള പ്രവണതയോ അല്ലെങ്കിൽ വഴക്കുകളിൽ ജയിക്കാൻ ശ്രമിക്കുന്ന രീതിയോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടുപേർക്കും ഇടയിൽ അനാവശ്യ സ്ട്രെസ് ഉണ്ടാക്കുന്നുമുണ്ട്. ഈ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും 6 ഓഫ് കപ്സ് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെ ആഴത്തിലുള്ള സ്നേഹവും ആത്മബന്ധവും പഴയ നല്ല ഓർമ്മകളും ഉണ്ടെന്നാണ്. നിങ്ങൾ മിക്കവാറും കുട്ടിക്കാലം മുതലേ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ ആയിരുന്ന ആളുകളായിരിക്കാം. അത്രയും ഡീപ്പ് ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ട്, നല്ല സ്നേഹമുണ്ട്, പഴയ ഓർമ്മകളൊക്കെ ഉണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടെ ഈ ബന്ധത്തെ അടുത്ത തലത്തിലേക്ക് ഒരു ലോങ് ടേം കണക്ഷനായിട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളെ സുരക്ഷിതമായി സ്നേഹിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടത്തിൽ.
പക്ഷെ നിലവിൽ അവർക്ക് കുറച്ച് ഈഗോയുണ്ട്, അതിന്റെ പേരിൽ തർക്കവും ഉണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ബന്ധത്തിന് പുതിയൊരു തുടക്കം നൽകാൻ. അതായത് നിങ്ങളുമായിട്ടൊരു ട്രാവലൊക്കെ പോകാൻ ചിലപ്പോൾ അവരുടെ മനസ്സിൽ പദ്ധതികൾ ഉണ്ടാവാം. പ്രതിസന്ധികളെല്ലാം മറികടന്ന് രണ്ടുപേരും ഒന്നിച്ചൊരു യാത്ര പോകാൻ ഒക്കെ പ്ലാൻ ചെയ്ത് ഒന്നിച്ചിരുന്ന കാര്യങ്ങൾ സംസാരിച്ച് പഴയ സന്തോഷവും പ്രണയവും ഒക്കെ തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പാർട്ട്ണറുടെ കണ്ണിൽ നിങ്ങൾ വളരെ ആകർഷണീയതയുള്ള, കരുതലുള്ള ഒരു ദൈവിക സങ്കല്പം പോലെയാണ് എംപ്രസ്. നിങ്ങളുടെ കൂടെ സുരക്ഷിതവും സന്തോഷകരമായ ഒരു ജീവിതവും ദീർഘകാല ബന്ധവുമാണ് അവരുടെ ഭാവി പ്ലാൻ ശരിക്കു പറഞ്ഞാൽ. അല്ലാതെ നിങ്ങളോട് അൺഫെയ്ത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളതൊന്നും അല്ല. പക്ഷെ ഇവിടെ വീണ്ടും ഈ 7 ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് മനസ്സിൽ ഇത്രയും നല്ല പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ നിന്നോ പുറമേ നിന്നോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കാരണം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനോ കാര്യങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യാനോ അവർ ശ്രമിച്ചേക്കാം. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാതെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് മടിയുണ്ട്. നിലവിൽ അവർ നിങ്ങളോട് എല്ലാം തുറന്ന് സംസാരിക്കുന്നില്ല. അതെന്താണെന്ന് ഇവിടെ അതിൽ കൂടുതൽ വ്യക്തത വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളോടുള്ള ഈഗോ ക്ലാഷസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങളോടുള്ള വികാരങ്ങൾ അവർ പറയാൻ മടിക്കുന്നതായിരിക്കാം, തന്ത്രപരമായി ഇടപെടുന്നതായിരിക്കാം, നിങ്ങളെ അവഗണിക്കുന്നത് പോലെ കാണിക്കുന്നതായിരിക്കാം. എന്തായാലും ചില ചെറിയ ഈഗോകളും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മടിയും ഉണ്ടെങ്കിലും നിങ്ങളുമൊത്ത് സന്തോഷകരമായ ഒരു ദീർഘകാല ഭാവി കെട്ടിപ്പടുക്കുക എന്നതൊക്കെ തന്നെയാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ഒരു പറ്റിക്കുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ ഒരു ചതിയല്ല ഇവിടെ കാണുന്നത്. ഈ 2 പ്രാവശ്യം 7 ഓഫ് സോർട്സ് വരുമ്പോൾ നമ്മൾ എന്തായാലും ആരുടെയെങ്കിലും സ്വാധീനം എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തെങ്കിലും ഒരു തേർഡ് പേഴ്സണിന്റെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ, വേറൊരു കമ്മിറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാം. അത് എന്തുകൊണ്ടാണ് ഈ 7 ഓഫ് സോർട്സ് റിപ്പീറ്റഡ്ലി വരുന്നത്? വേറെ ബാഹ്യ ഇടപെടലുകൾ കൊണ്ട് തന്ത്രപരമായി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്, അതായത് നിങ്ങളെ ചതിക്കുന്ന തരത്തിൽ വേറെ ഏതെങ്കിലും പ്രവൃത്തി, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ് ഇങ്ങനെ ഈ 7 ഓഫ് സോർട്സ് വീണ്ടും ആവർത്തിച്ചു വരുന്നത്, എന്തെങ്കിലും ചതി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എടുത്തതെങ്കിലും ഈ കാർഡുകൾ പറയുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇടപെടലിനേക്കാൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റിനേക്കാൾ പ്രായോഗികമായ ചില സാഹചര്യങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ഈ വ്യക്തിയെ സ്വാധീനിക്കുന്നതെന്നാണ്. ഇവിടെ മജീഷ്യൻ കാർഡാണല്ലോ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ശക്തമായ ആകർഷണവും കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള കഴിവുമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യശക്തികൾക്ക് നിങ്ങളെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല. ശക്തമായ ആശയവിനിമയത്തിലൂടെ പുറത്തു നിന്നുള്ള ഏത് സ്വാധീനത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ബോണ്ടിങ് ആണ്. നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധ ഇപ്പോൾ കരിയറും ജോലി, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിലാണ് കൂടുതലുള്ളതെന്നാണ്, അല്ലാതെ വേറെ റിലേഷൻഷിപ്പിലേക്കൊന്നുമല്ല. ജോലിയിലെ ഉത്തരവാദിത്തങ്ങളും കഠിനാധ്വാനവുമാണ് ഒരു ബാഹ്യ സ്വാധീനമായി ഇവിടെ സത്യത്തിൽ വരുന്നത്. ബിസിനസ് അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകൾ കാരണം നിങ്ങൾക്ക് സമയം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട സമയം അവർക്ക് പൂർണ്ണമായി നൽകാൻ കഴിയാതെ പോകുന്നുണ്ട്. കുടുംബത്തിലെ മുതിർന്ന ഒരാളുടെ സ്വാധീനം, ഒരു പാരന്റൽ ഫിഗർ ഇതിൽ കാണാം. അത് മിക്കവാറും നിങ്ങളുടെ പാർട്ട്ണറുടെ അച്ഛനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉത്തരവാദിത്തമുള്ള മറ്റൊരു മുതിർന്ന വ്യക്തിയോ ആകാം. അവരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക സാമൂഹിക നിലവാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആ വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് ചിലപ്പോൾ സാമ്പത്തിക പാരന്റിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള, രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഒരു സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ, അങ്ങനത്തെ ചിന്തകളൊക്കെ പാർട്ട്ണറുടെ തലയിലേക്ക് വരുന്നുണ്ടാവാം. അത് നിങ്ങളുടെ പാർട്ട്ണറുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അതായത് ഇതിൽ ഒരു വശത്ത് ധാരാളം ഓപ്ഷനുകളും ചിന്തകളും കാരണമുണ്ടാകുന്ന കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. പങ്കാളിയുടെ മനസ്സിൽ പ്രായോഗികമല്ലാത്ത ചില പ്രതീക്ഷകളോ അല്ലെങ്കിൽ മറ്റു പല വഴികളെക്കുറിച്ചുള്ള ചിന്തകളോ ഉണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യാപൃതനാണ്, ചിന്തയിൽ. അല്ല, ഒരു മൂന്നാമതൊരാൾ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ജോലി തിരക്കുകളും കുടുംബത്തിലെ മുതിർന്നവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ഉത്തരവാദിത്തങ്ങൾ, ഉപദേശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ
അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ എന്നിവയാണ് പ്രധാന ബാഹ്യ സ്വാധീനമായിട്ട് ഇവിടെ വരുന്നത്. വേറൊരു വ്യക്തി നിങ്ങളെ ചതിക്കുന്ന തരത്തിലൊരു തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെന്റ് ഇതിലില്ല എന്തായാലും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേരുടെയും ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും റിലേഷൻഷിപ്പിന്റെ ഒരു ഭാവി എന്തായിരിക്കും, അടുത്ത ഘട്ടം എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പല തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാം നിങ്ങളെ ബാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ ഭാവി നമ്മൾ നോക്കിപ്പോ ഈ 2 കാർഡുകളാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് നിലവിൽ ഇതാവാനാണ് സാധ്യത എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തായാലും ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് നിങ്ങളുടെ വഴിയിൽ? സത്യത്തിൽ നിങ്ങളുടെ റിലേഷനിലെ കാർമിക് ടൈ എന്താണുള്ളത് എന്നോട് നോക്കണം. അപ്പോൾ നിങ്ങൾ കാർമിക ബോണ്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് ഡീൽ ചെയ്യേണ്ടത് എന്നൊരു ഗൈഡൻസ് ആണ് നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് കൂടിയാണ് നോക്കുന്നത്. ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ആദ്യമായിട്ട് പറയുകയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ ആരംഭത്തിൽ ചില തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ നിലവിലുള്ളതായിട്ട് കണ്ടെങ്കിലും ഭാവി പ്രവചിക്കുന്ന 2 കാർഡുകളും വളരെ പോസിറ്റീവായിട്ടുള്ള ആശ്വാസം തരുന്ന ഉത്തരമാണ്. ഭാവി പ്രവചിക്കുകയല്ല, ഭാവി എനർജിയാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എനർജിയെ കൊണ്ടുപോകുന്നത് എന്നനുസരിച്ചിരിക്കും അതിന് മാറ്റവും വരും, നമ്മൾ അതനുസരിച്ച് പോയില്ലെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ വൈബ് വെച്ചിട്ട് നിങ്ങളൊരു നല്ല രീതിയിൽ ഇവിടെ ഗൈഡൻസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പാലിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു ബന്ധത്തിന്റെ റിസൾട്ടാണ്. അതായത് ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ കാർഡുകളിൽ ഒന്നാണ്. നിങ്ങളുടെ ബന്ധം ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റിയുള്ള, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ അംഗീകാരമുള്ള ശക്തമായ ബന്ധമായി ഭാവിയിൽ മാറും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ പരസ്പര പിന്തുണയും സാമ്പത്തിക ഭദ്രതയും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതവും ഈ ബന്ധത്തിൽ ഉണ്ടാവും. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഗിവ് ആൻഡ് ടേക്ക് ഒരു കറക്റ്റായിട്ടല്ല നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഭാവിയിൽ ഇത് ഒരു ബാലൻസിലേക്ക് വരും. 2 പേരും പരസ്പരം തുല്യമായി സ്നേഹവും ശ്രദ്ധയും സമയവും നൽകാൻ തുടങ്ങും. പരസ്പരം മുൻപ് ഉണ്ടായിരുന്ന സ്വാർത്ഥതയോ ഈഗോയോ ഒക്കെ മാറി പരസ്പരം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അടുത്ത ഘട്ടത്തിൽ രൂപപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് യൂണിവേഴ്സ് നമുക്ക് ഒറാക്കിൾ കാർഡ്സിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടി നിങ്ങൾ പാലിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി 2 പേർക്കും ഒരുപോലെ സംതൃപ്തി നൽകുന്ന കുടുംബത്തിന്റെ പിന്തുണയൊക്കെയുള്ള നല്ലൊരു ഭാവി ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ആ ഉപദേശം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ, അതിനായിട്ട് നമ്മൾ എടുത്തപ്പോൾ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന കാർഡുകൾ ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു കൺട്രോൾ, കണ്ടോ? ഓപ്പൺ യുവർ സെൽഫ് ടു ലവ്, ടേക്ക് യുവർ പവർ ബാക്ക്, ഡിസെപ്ഷൻ, റീച്ചിങ് യുവർ ഗോൾ, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. അതായത് നമ്മൾ നേരത്തെ കണ്ട എനർജീസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിയന്ത്രണങ്ങൾ വിട്ടുകൊടുക്കുക എന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ നിയന്ത്രിക്കരുത്, നിങ്ങൾ അവരുടെ ഒരു കാര്യത്തിലും നിയന്ത്രിക്കരുത്. അപ്പോൾ അവരും തിരിച്ച് ഇങ്ങോട്ട് അതുപോലെ പെരുമാറി തുടങ്ങും. ആദ്യം നമ്മൾ ആരംഭിക്കണം. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ എന്നാണ്. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാത്രം നടക്കണം എന്ന് വാശി പിടിക്കാതെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ അനുവദിക്കുക ഓരോന്നും. അതായത് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വിശ്വാസ്യത കാണിക്കുന്ന കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിലാണെങ്കിലും എന്തിലും നിങ്ങളൊരു നിർബന്ധവും പിടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റാരുടെയും കയ്യിലല്ല. അപ്പോൾ അതിൻ്റെ ഒരു താക്കോൽ ആരുടെയും കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്നത് അത് വാങ്ങി തൃപ്തിപ്പെടാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ നോക്കണം. അവരോട് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്, ഒരു ബാലൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പക്ഷെ
അവരിൽ നിന്നൊന്നും ഇങ്ങോട്ട് വേണമെന്ന് നിർബന്ധം നിങ്ങൾ പിടിക്കരുത്. നിങ്ങളുടെ പവർ, ടേക്ക് യുവർ പവർ ബാക്ക് എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം എന്ത് ചെയ്യണം? മനസ്സ് തുറന്ന് സ്നേഹിക്കണം. പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തയ്യാറാവുക. ഇവിടെ ഒരു ഡിസെപ്ഷനെ പറ്റി, 7 ഓഫ് സോർഡ്സിന്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും അവരുടെ യഥാർത്ഥ വികാരങ്ങൾ മറക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുഖം മൂടി അണിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും അവരങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിർബന്ധം പിടിക്കാനോ അതിന്റെ പുറകെ നടന്ന എന്തെങ്കിലും താല്പര്യം ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങാനോ നടക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കി നടക്കുക, നിങ്ങൾ സുതാര്യമായി പെരുമാറുക എന്നത് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് ടാരോ കാർഡുകൾ 10 ഓഫ് പെൻറ്റക്കിൾസിലൂടെയും 6 ഓഫ് പെൻറ്റക്കിൾസിലൂടെയും കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന 2 കാർഡുകൾ, റീച്ചിങ് യുവർ ഗോൾ ആൻഡ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് എന്നാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള 2 കാർഡുകളാണ് ഒറാക്കിൾ കാർഡ്സിലൂടെ നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ബന്ധത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നല്ലതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങളെ സമീപിക്കുക. അനാവശ്യ ഭയങ്ങളും കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ചിന്തകളും മാറ്റിവെച്ചിട്ട് യൂണിവേഴ്സൽ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ എനർജിയിൽ എല്ലാം സമർപ്പിച്ചിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിച്ചാൽ നിങ്ങളുടെ പ്രണയ ജീവിതം ആഗ്രഹിച്ചതുപോലെ മനോഹരമായി മാറും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ആരിൽ നിന്നും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്താൻ നോക്കുക. നിങ്ങൾ ആർക്കും ഒരു ബേർഡനായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങളോട് ഇടപഴകുന്ന നിങ്ങളുടെ കുടുംബമോ അല്ലെങ്കിൽ ഈ പാർട്ട്ണറോ ആരും ആയിക്കോട്ടെ, അവരോട് എല്ലാവരോടും സുതാര്യമായിട്ടും സ്നേഹത്തോടെയും ഓപ്പൺ മൈൻഡായിട്ടും പെരുമാറുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൂട്ടായ്മയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ നോക്കിയിട്ടെടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.